എടി മുത്തോ കുറേ നമ്മൾ ചക്ക എന്നിട്ട് ചക്ക ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളെന്തായാലും ഫ്രോസൺ ചക്കയെങ്കിൽ ഫ്രോസൺ ചക്ക. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു മലയാളി ഷോപ്പിൽ നിന്ന് ഫ്രോസൺ ചക്ക വാങ്ങിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇതാണ് ചക്ക. അതുപോലെ തന്നെ ചക്കക്കുരു വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് ഓൾറെഡി ഹാഫ് കുക്ക്ഡാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് രസം ഉണ്ടാവുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചത് വേവിക്കാൻ വെച്ചു. ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രഹസനമാണ്. ഇങ്ങനെ അടിക്കുമ്പം തോല് പോയി കണ്ടോ. ഇനി ഒന്നും കൂടി അടിക്കും, അപ്പോൾ വിടർന്ന് വരും. ഇങ്ങനെ കഴിവ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഈ കാണുന്നതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയുള്ളി, വലിയ ജീരകവും ചെറിയ ജീരകവും, പിന്നെ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരിക. മിക്സിയിലിട്ടിട്ട് ക്രഷ് അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ പച്ചമുളക് ഇടാൻ മറന്നുപോയി ആസ് യൂഷ്വൽ. അപ്പോൾ 2 പച്ചമുളക് ഇട്ടിട്ട് ഒന്നും കൂടി അടിക്കുക. അതിൻ്റെ ഇടയിൽ ഒറ്റ വിസിൽ മതിട്ടോ നമുക്ക് അത് വേവാൻ. കടുക് വറ, ഉള്ളി വറ, കറിവേപ്പില വറ. എന്നിട്ട് അത് നേരെ എന്താക്കുക, നമ്മളെ ചക്കയിലേക്ക് അങ്ങോട്ട് തട്ടുക. ചുവന്ന മുളകും വേണം കേട്ടോ. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. സൂപ്പറല്ലേ. പിന്നെ ബീഫ് കറി മുഴുവൻ വെക്കുന്നത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ അതിലിട്ടിട്ട് ഉള്ളത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ സ്പൈസസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പച്ചമുളകും ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് അതൊന്ന് 5-6 വിസിലടിച്ചതിന് ശേഷം എഗെയിൻ കടുക് വറ. അങ്ങനെ അതിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് എന്താണ്, മീറ്റ് മസാല. അതിന് ശേഷം നമ്മളെ ഫുഡ് റെഡി. കുറച്ച് ചക്കയും അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് കറിയും. ശരിക്കും തേങ്ങ അരച്ചിട്ട് വേണം ബീഫ് കറി വെക്കാൻ. പക്ഷെ ഞങ്ങൾ തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് എന്ത് വെച്ചത്, ചക്ക. അതുകൊണ്ട് തന്നെ അത് മതി എല്ലാത്തിൻ്റെയും കൂടെ. നമുക്കിതൊന്ന് ഹസ്ബൻഡിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. നിങ്ങൾ ഈ ലുക്കൊന്ന് കണ്ടിട്ട് വരൂ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും അബ്രോഡ് വന്ന് നിൽക്കുന്ന ആളുകൾക്ക് നാട്ടിലെ ചക്ക മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രോസൺ വാങ്ങാൻ ഉണ്ടാക്കുക. പൊള്ളിയാണ്.